എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന VFA, കമ്പനി ബോർഡ്, ബിവറേജസ് LD എന്നീ പരീക്ഷകൾക്ക് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റിവിഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. 1915 വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. മുംബൈയിലെ SNDT വുമൺസ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യ സ്ത്രീ സർവകലാശാല. 1916 മഹർഷി ദോണ്ടോ കേശവാണ് ഇത് സ്ഥാപിച്ചത്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, CR ദാസും മോത്തിലാൽ നെഹ്റുവും. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1923 ജാനുവരി 1 സ്വരാജ് പാർട്ടി ആരംഭിച്ചത്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1951. 1951 ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 2015. 2015 നീതി ആയോഗ് സ്ഥാപിതമായത്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO അനുരാഗ് ജെയിൻ. അനുരാഗ് ജെയിനാണ് നീതി ആയോഗിൻ്റെ നിലവിലെ CEO. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ബ്രസൽസ്. ബ്രസൽസാണ് നാറ്റോയുടെ ആസ്ഥാനം. യൂറോപ്യൻ രാജ്യമായ ബെൽജിയത്തിൻ്റെ തലസ്ഥാനമാണ് ബ്രസൽസ്. യൂറോപ്യൻ രാജ്യമായ ബെൽജിയത്തിൻ്റെ തലസ്ഥാനമാണ് ബ്രസൽസ്. പെനിൻസുലാർ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെനിൻസുലാർ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഗോദാവരി. ഗോദാവരിയാണ് പെനിൻസുലാർ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി. 1465 കിലോമീറ്റർ അഥവാ 910 മൈലാണ് ഗോദാവരിയുടെ നീളം. ഗോദാവരിയെ ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? ആൻസർ ഓപ്ഷൻ എ, കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളികൾ കാണപ്പെടുന്നത്. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനാണ് താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത്. NHRCയിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? NHRCയിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി, 6. 6 അംഗങ്ങളാണ് NHRCയിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നത്. NHRC നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്.
ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലത്തെ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിനാണ് ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്? പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഗ്രീൻവിച്ച്. ഗ്രീൻവിച്ച് നഗരത്തിലൂടെയാണ് പ്രൈം മെറിഡിയൻ കടന്നുപോകുന്നത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത്. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലായുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഒറീസ. ഒറീസയാണ് കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലായുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കർണാടക. കർണാടകയാണ് താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ആൻസർ ഓപ്ഷൻ സി, ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നവജീവൻ. നവജീവൻ പദ്ധതിയാണ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ ബി. വിറ്റാമിൻ ബി ആണ് താഴെ പറയുന്നവയിൽ നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെയാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കുമാരനാശാൻ്റെ പേരുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, തോന്നയ്ക്കൽ. തോന്നയ്ക്കലാണ് കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മുഹമ്മദ് ഇഖ്ബാൽ. മുഹമ്മദ് ഇഖ്ബാലാണ് സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ സി, 1951. 1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്.
അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചത്. കുണ്ടറ വിളംബരം നടന്നത് ഏതു വർഷമാണ്? കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആൻസർ ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണ്? സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്.